പാകിസ്ഥാനിൽ ഇപ്പോൾ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും ഇറാന്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അമേരിക്കൻ ഡെലിഗേറ്റ്സ് വരാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇറാൻ ഇപ്പോഴും അതിന് തയ്യാറല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാളെ ഇതിന്റെ സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിക്കും. അതോടുശേഷം എന്ത് ഉണ്ടാവുമെന്നുള്ളത് ഇപ്പോൾ പ്രെഡിക്റ്റബിൾ അല്ല. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗോഷിയേഷന്റെ ടൈമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാനിലെ തന്നെ ഈ ഹാർഡ് കോർ അല്ലെങ്കിൽ റവല്യൂഷണറി ഗാർഡിലെ വലിയൊരു വിഭാഗം അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന വലിയ ഉറച്ച നിലപാടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കാതെ നിൽക്കുന്നത്. അതിനൊരു പ്രധാന കാരണമെന്ത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൾറെഡി അമേരിക്ക തുടക്കത്തിൽ തന്നെ വലിയൊരു ഫോഴ്സാണ് ഇറാന്റെ മേലെ വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ഇറാന് സംഭവിക്കാനില്ല. കാരണം അതിന്റെ ടോപ്പ് ലീഡേഴ്സ് ഒട്ടനവധി പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഒരു 1000-ഓളം ഇടങ്ങളിൽ ഇറാനിൽ ബോംബ് വർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫോഴ്സോട് കൂടിയാണ് അമേരിക്ക ഇറാനിലേക്ക് ഈ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം ഇനി ചെയ്യാനുള്ളത് ഇതിലും വലിയ ബോംബിംഗ് ഇറാനിൽ നടത്തുക എന്നുള്ളതാണ്. അത് പക്ഷേ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ കാണുമെന്നുള്ളത് അമേരിക്കയ്ക്കും ഭയമുണ്ട്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുമോ എന്നുള്ള ബാക്കി സംശയങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തെ എസ്കലേറ്റ് ചെയ്യാനുള്ള ഒരു ഹെഡ് റൂം വളരെ കുറവാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ച് ഹോർമോസ് കടലിടുക്കിന്റെ ഇത് ശക്തമാക്കാൻ പറ്റും. അതുമാത്രമല്ല GCC രാജ്യങ്ങളെ കൂടുതൽ ശക്തമായി ആക്രമിക്കാൻ ഇറാന് സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാനാണ് ഇപ്പം ഈ യുദ്ധത്തിൽ കൂടുതൽ ഹെഡ് റൂം ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഇതൊരു വലിയ ഒരു ബാർഗെയിനിങ് പോയിന്റായി അല്ലെങ്കിൽ ബാർഗെയിനിങ് അവസരമായി ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര നിരീക്ഷകരുടെയൊക്കെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഒരു നെഗോസിയേഷന്റെ തലത്തിലേക്ക് വരാനാണ് സാധ്യത. കാരണം ഈ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വെടിനിർത്തൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നാളെ അത് അവസാനിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ നെഗോസിയേഷന്റെ ഒരു ഉദ്ദേശം. അതിനപ്പുറം വലിയ രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ യുദ്ധം നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഗ്രിമെന്റ് ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അമേരിക്കയുടെ ഡിമാൻഡ് അത്രയും വലുതാണ്. കാരണം ഹോർമോസ് കടലിടുക്കിന്റെ പരമാധികാരം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ന്യൂക്ലിയർ പദ്ധതി ഉപേക്ഷിക്കുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ വരാൻ തയ്യാറാണ്. ഇറാനും പറ്റില്ല എങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ പോലും ഒരു സീസ് ഫയർ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ എന്ന നിലയ്ക്ക് ഒരു ചർച്ച ചെയ്ത് തൽക്കാലം ഈ വെടിനിർത്തൽ എക്സ്റ്റെൻഡ് ചെയ്ത് മേ ബി 2 ആഴ്ചയ്ക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും. ഈ ഇത്തരത്തിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് എത്തുന്നില്ല എങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തരത്തിലൊക്കെയാണ് ട്രംപിന്റെ പ്രതികരണമൊക്കെ വരുന്നത്. ഈ അമേരിക്കയുടെ ഒരു നിലപാട് കൂടി ഇറാനെ ചൊടിപ്പിക്കുന്നത് നമുക്ക് പറയേണ്ടി വരില്ലേ? കാരണം ഈ അമേരിക്കയുടെ ഒരു നിലപാട് കടുപ്പിക്കും തോറുമാണല്ലോ ഇറാന്റെ ഭാഗത്തുനിന്നും ഒരു അയവിലേക്ക് കാര്യങ്ങൾ പോകാത്ത സാഹചര്യം വരുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇറാന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തൽ. കാരണം ഇറാൻ ഹോർമൂസ് തുറന്നു കൊടുത്തപ്പോൾ അമേരിക്ക ഇട്ട പൂട്ട് അമേരിക്ക തുറക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതായത് ഇറാൻ തുറമുഖങ്ങളെ തുറക്കാൻ അനുവദിക്കാതെ അമേരിക്കയുടെ പൂട്ട് കൊടുക്കുകയും ഈ ഇറാൻ അത് തുറന്നു കൊടുക്കുകയും ചെയ്തതോടെയാണ് ഈ സംഘർഷത്തിന് ഈ രീതിയിലുള്ള ഒരു യു ടേൺ ഉണ്ടാവാനുള്ള സാധ്യത. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ എസ്കലേഷനുള്ള ഹെഡ് റൂം വളരെ കുറവാണ്. അതായത് ഈ കരയുദ്ധം എന്നുള്ളതൊക്കെ വളരെ തീർത്തും ഇപ്പോഴത്തെ സാഹചര്യം ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രവുമല്ല മറ്റ് രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചൈനയുടെയൊക്കെ ഒരു ബാക്കിംഗ് ഇറാന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ചും ആയുധത്തിന്റെ തരത്തിലും ഈ ഇന്റലിജൻസിന്റെ തലത്തിലും ഇറാന് വലിയ രീതിയിൽ ചൈനീസ്
സാറ്റലൈറ്റ്സിന്റെ ഒക്കെ ഗുണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അമേരിക്കയ്ക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിന് അമേരിക്കയുടെ ഇന്റേണൽ രാഷ്ട്രീയവും കൂടെ ഒരു ഘടകമാണ് അതിൽ. പ്രത്യേകിച്ചും ഈ നവംബറിൽ നടക്കാനിരിക്കുന്ന ഇലക്ഷൻ, അതേപോലെ ഇപ്പം ജൂണിൽ ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ, അത് മാത്രമല്ല ഇപ്പം ട്രംപിനും ഷീ ജിൻപിങ് ചൈനീസ് പ്രസിഡന്റുമായിട്ട് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 2 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. അത് മെയ് മാസം മിഡിലിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ നിന്നും ഒരു വിജയ പ്രതീതി വരുത്തിക്കൊണ്ട് പിൻവാങ്ങാൻ ആണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ ആ വീക്ക്നെസ്, ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഈ ഇടിച്ചു നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.